അതോടൊപ്പം തന്നെ സന്ധ്യ നായർ ഒരു അതിപ്രധാന വേഷം ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പ്രധാന ത്രൂട്ടുള്ളൊരു കഥാപാത്രമാണ് സന്ധ്യ നായർ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിസാം കാലിക്കറ്റ് ഒരു 10ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇതിലൊരു പർട്ടിക്കുലർ നല്ലൊരു ത്രൂട്ട് കഥാപാത്രമാണ്. ചിത്രം കണ്ട മനസ്സിലാവുന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കണ്ണൻ ഒരു പുതുമുഖ നടനാണ്, കൊല്ലം സ്വദേശിയാണ്. ഇതിലും ഒരു ത്രൂട്ട് കഥാപാത്രം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവർ, ആരാണ് നല്ലവർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഴകും, ചിരിക്കും. പക്ഷേ നിങ്ങളുടെ ചോര കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടും. പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ പുതിയ ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആരി അലക്സ പോലുള്ള 2 ക്യാമറ, അനാമോർഫിക് ലെൻസിലാണ് ഞങ്ങൾ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അനാമോർഫിക് ലെൻസ് വെച്ചിട്ട് ഒരു മുഴുവൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ഇതിന് മുന്നേ ലൂസിഫർ, കുറുപ്പ്, അതുപോലെ തന്നെ സല്യൂട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനാമോർഫിക് ലെൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളും സിനിമ കാണുന്നവരാണ്. അപ്പം ഞങ്ങൾ വെറുതെ ഒരു ആക്ഷൻ പടം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ ടീമാണ്, പക്ഷേ ഒരു പുതിയൊരു മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണും. നിങ്ങൾ എടുക്കുന്ന പൈസക്കൊരു വിഷ്വൽ ബ്യൂട്ടി, ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു പുതിയ ഒരു പരീക്ഷണം നമ്മൾ ഈ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഞങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ, പുതിയ മുഖങ്ങളായിക്കോട്ടെ, നിസാമൊക്കെ അസാധ്യ കലാകാരനാണ്. മെമിക്രിയും അതൊക്കെ ആയിട്ട്, സിംഗിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് സ്വപ്നം അഭിനയിക്കാനുള്ള സാൻഡ്യൊക്കെ ഈ കുട്ടിയൊക്കെ ഒരുപാട് കാലമായി മേഖലയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശവും പുതിയ ഫേസസിനെ കൊണ്ടുവരിക, പുതിയ റൈറ്റേഴ്സ്, അതുപോലുള്ള പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ സിനിമ മാർച്ച് 14-ന് 4 ഭാഷകളിൽ 3 ഭാഷകളിൽ ഞങ്ങൾ ഡബ് ചെയ്ത്, മലയാളം, തമിഴ്, തെലുങ്ക്, ഈ 3 ഭാഷയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം. മാർച്ച് 14-ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളൊന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ആദ്യമായി തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മൾ ചെയ്തു വന്നൊരു സിനിമയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത്. 14-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്, ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. ഞാനൊന്നും ഫൈറ്റ് എന്താന്ന് പോലെ വീട്ടിലിങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഫൈറ്റൊന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിന് തന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയായിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ SFC ആർട്സ് ആൻഡ് കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിൽ. നിങ്ങളെല്ലാവരും സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇനിയും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്.